നമസ്കാരം. വിദ്യാദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കളിയും കാര്യവുമായി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാള അക്ഷരമാല എങ്ങനെ എഴുതി തുടങ്ങാം എന്നതായിരുന്നു പരിശീലിച്ചത്. ഏതൊക്കെയായിരുന്നു നമ്മൾ പരിചയപ്പെട്ട അക്ഷരങ്ങൾ? റാ, ന, വ, പ, ഹ. ഇനി നമ്മൾ ഇങ്ങനെ വരഞ്ഞു കളിച്ചിരുന്നു അല്ലേ? ഇങ്ങനെ ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ദാ ഇവിടുന്ന് തുടങ്ങി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, നമ്മൾ വരഞ്ഞു ചെയ്തില്ലേ? അതേ കളി നമുക്ക് തിരിച്ചു വരഞ്ഞ് കളിച്ചാലോ? എങ്ങനെയാണ്? ദാ നമ്മൾ മേലേന്ന് തുടങ്ങി, താഴേക്ക് പോയി, വീണ്ടും മേലേക്ക് പോയി, താഴേക്ക് പോയി, വീണ്ടും മേലേക്ക്, ദാ ഇങ്ങനെ 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 ദാ ഇവിടെ എത്തി. ഇങ്ങനെ ചെയ്താലോ? ഈ അക്ഷരങ്ങളുടെ കൂടെ നമുക്ക് എഴുതാൻ കഴിയുന്ന മറ്റൊരു അക്ഷരമാണ് രാ. രാ എങ്ങനെയാണ് എഴുതുക? ദാ നോക്കൂ, നമ്മൾ ഇവിടുന്ന് തുടങ്ങി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ദാ റായിലേക്ക് എത്തി, അവിടുന്ന് ഉള്ളിലേക്ക് മടങ്ങിയാൽ എന്തായി മാറി? രാ എന്നുള്ള അക്ഷരമായി മാറി. ഒന്നും കൂടെ എഴുതാം. ദാ നമ്മൾ ഇവിടുന്ന് തുടങ്ങി, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ദാ ഇതിലൂടെ ഇതിലൂടെ ഇവിടേക്ക് മടങ്ങിയാൽ എന്തായി മാറി? രാ എന്നുള്ള അക്ഷരമായി മാറി. ഇതിലൂടെ നമുക്ക് മറ്റൊരു അക്ഷരത്തിലേക്ക് പോയാലോ? ഏതാണ് ആ അക്ഷരമെന്നല്ലേ? ദാ. അതെങ്ങനെ എഴുതാം? ദാ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ദാ ഇതിലേക്ക് വന്നു, നമ്മൾ റാ എഴുതി, ഉള്ളിലൂടെ രായ് എഴുതി അല്ലേ? ഇതുവഴി നിർത്താതെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി മാറി? താ എന്നുള്ള അക്ഷരമായി മാറി. എങ്ങനെയാണ് എഴുതുന്നത്? ദാ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നു, എന്നിട്ട് നമ്മൾ ദാ ഇതിലൂടെ വന്ന് ഇവിടെ എത്തി, അതിലൂടെ നമ്മൾ ഇതിനുള്ളിലൂടെ വന്ന് ഇവിടെ നിർത്താതെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ എന്തായി മാറി? താ എന്നുള്ള അക്ഷരമായി മാറി. അതും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരക്ഷരത്തിലേക്ക് പോകാം. ഏതാണ് ആ അക്ഷരം? ഏതാണ്? ദാ. ദാ എങ്ങനെ എഴുതാം നോക്കാം. എങ്ങനെയാണ് എഴുതുന്നത്? ദാ നമ്മൾ ഇവിടുന്ന് തുടങ്ങി, ദാ ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, റാ എത്തുന്നതിന് മുമ്പേ ഉള്ളിലേക്കൊന്ന് മടങ്ങി, ദാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതക്ഷരമായി? ദാ എന്ന അക്ഷരമായി. ഇതിന്റെ കൂടെ പഠിക്കാവുന്ന മറ്റൊരക്ഷരമാണ് ധ. അതെങ്ങനെയാണ്? നമ്മൾ ദാ ഇവിടെ ഇങ്ങനെ ചെയ്തില്ലേ? ദാ ഇതിലൊരക്ഷരമുണ്ട്. ഏതാ നോക്കാം നമുക്ക്. ഏതാണെന്നോ? ധ. അതെങ്ങനെ എഴുതാം? ദാ നമ്മൾ മേലേന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ദാ ഇവിടെ നിന്നു, പിന്നെ അവിടുന്ന് കുറച്ചു ദൂരം കൂടി പോയി കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതക്ഷരമായി? ധ എന്നുള്ള അക്ഷരമായി. ഒന്നും കൂടി എഴുതാം. ദാ നമ്മള് മേലേന്ന് വന്നു, താഴേക്ക് ഇറങ്ങി, നമ്മൾ ഇവിടെ വന്നു നിന്നു, എന്നിട്ടൊന്നും കൂടിയോ ഇങ്ങോട്ട് പോയി ദാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ധ എന്നുള്ള അക്ഷരമായി മാറി. അപ്പൊ പഠിച്ചില്ലേ? ഏതൊക്കെ അക്ഷരങ്ങളാ ഇപ്പൊ പഠിച്ചത്? രാ, ത, ദ, ധ അല്ലേ? ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ മലയാള അക്ഷരമാല അതിന്റെ ക്രമത്തിൽ വളരെ വേഗം പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയും. ഇനി നമുക്ക് മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമല്ലേ? ഏതാണ്? ആ അല്ലേ? എങ്ങനെ എഴുതാം അത്? എങ്ങനെ എഴുതാം? ദാ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നു, നമ്മൾ യാത്ര തുടങ്ങി, നമ്മൾ ഇവിടെ എത്തി, ഇതിലേക്ക് മടങ്ങി, വീണ്ടും ഇതിലൂടെ പോയി, ദാ ഇതിലൂടെ നമ്മൾ ഇവിടെ എത്തി. അപ്പൊ എന്തായി മാറി? ആ എന്നുള്ള അക്ഷരമായി മാറി. എങ്ങനെയാ? ഒന്നുകൂടെ എഴുതാം. ദാ നമ്മൾ ഇവിടുന്ന് തുടങ്ങി, ഇവിടെ എത്തി, ഇതിലേക്ക് മടങ്ങി, ഇതിലൂടെ വന്ന് ദാ ഇവിടെ എത്തി, വീണ്ടും ഇതിലൂടെ വന്ന് ഇതിലേക്ക് മടങ്ങിയാൽ എന്തായി മാറി? ആ എന്നുള്ള അക്ഷരമായി മാറി. എഴുതാനുള്ള വഴികളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇനി പെട്ടെന്ന് കഴിയില്ലേ? അപ്പൊ എല്ലാവരും ചെയ്തു നോക്കില്ലേ? ആ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെ നമ്മൾ പഠിക്കുന്ന സമയത്ത്
നമുക്ക് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരാളെ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ, അല്ലെ രണ്ടാളെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ. ആരാ അവര്? അമ്മയും പിന്നെ അച്ഛനും അല്ലേ? ഇനി നമുക്ക് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട് പാടിയാലോ? ചിലർക്കൊക്കെ അമ്മ പാടി തന്നിട്ടുണ്ടാവും. അത് ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും, അമ്മിണിത്താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാനെപ്പ വരും. ഈ പാട്ടിന്റെ എല്ലാ വരികളും തുടങ്ങുന്നത് ആ എന്ന അക്ഷരത്തിലാണല്ലേ? മക്കള് ശ്രദ്ധിച്ചോ അത്? ഇനി ആ എന്ന അക്ഷരം ആരും മറക്കില്ലല്ലോ. എഴുതാനും പഠിച്ചു, പാട്ടും പഠിച്ചു. അടുത്ത അക്ഷരം ഏതാണ്? ആ കഴിഞ്ഞാൽ ആ. അറിയാല്ലേ എല്ലാവർക്കും? അതെങ്ങനെയാ എഴുതുന്നെന്ന് നോക്കാം. ദാ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇവിടുന്ന് തുടങ്ങി, ദാ നമ്മൾ പുറപ്പെട്ടു, നമ്മളിവിടെ എത്തി, ഇതിലൂടെ പോയി, ദാ ഇതിലൂടെ പോയി ഇവിടെ എത്തി, പിന്നെയും അവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി ഇതിലൂടെ വന്ന് ഇവിടെ എത്തിയപ്പോ ആ എന്ന അക്ഷരമായി അല്ലേ? അത് നമുക്ക് ഒന്നുകൂടെ എഴുതാം. എങ്ങനെയാണ്? ദാ നമ്മൾ ഇവിടുന്ന് തുടങ്ങി, നമ്മൾ യാത്ര പോവാണ്, ഇവിടെ എത്തി, ഇതുവഴി വന്നു, ഇതിലൂടെ പോയി ഇതുപോലെ താഴേക്ക് ഇറങ്ങിയാൽ ആ എന്ന അക്ഷരമായി. എല്ലാരും പഠിച്ചില്ലേ? ആ എന്ന അക്ഷരം കാണുമ്പോ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേരുള്ള ഒരു വലിയ ജീവിയെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? ആരാ അത്? ആരാ? ആന. ദാ എല്ലാരും കണ്ടോ ആനയെ? അപ്പൊ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ രക്ഷിതാക്കളുടെ കൂടെ ഇരുന്ന് പഠിക്കുമല്ലോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ.